മാസപ്പടി കേസിൽ അന്വേഷണം തുടരാനാവശ്യമായ നിർണായകമായ തെളിവുകൾ ലഭിച്ചുവെന്ന് ഇ.ഡി. തെളിവുകളുടെ വിശദാംശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഡയറക്ടറേറ്റിനെ അറിയിച്ചു. പിണറായിയുടെ മകൾ വീണയ്ക്ക് ഇ.ഡി. ഉടൻ സമൻസ് നൽകും. അതേസമയം അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയെ സമീപിക്കും. ഡയറിയിലുള്ള മറ്റു പേരുകളെ കേന്ദ്രീകരിച്ചും ഇ.ഡി. തെളിവ് ശേഖരണം തുടങ്ങി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിലെ അറസ്റ്റ് നടപടികൾ എവിടെ വരെ? ഈ രണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ അരുൺകുമാർ, കൊച്ചിയിൽ നിന്ന് NK ഷിജു എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഷിജുവിലേക്കാണ്. ഷിജു, ഗുഡ് മോർണിംഗ്. PG, എന്തായാലും വളരെ സുപ്രധാനമായ വിവരങ്ങളെല്ലാം തന്നെ ഈ റെയ്ഡിൽ ലഭിച്ചു എന്നാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഡയറക്ടറേറ്റിനെ അറിയിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിന് പിന്നാലെ ചില വീടുകളിൽ പരിശോധന നടത്തി കാര്യമായ തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് എഴുതി നൽകിയതായിരുന്നു വലിയ പ്രചരണമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് CPM. പക്ഷേ ഇ.ഡി. പറയുന്നത് ഈ റെയ്ഡിൽ ഞങ്ങൾ സംതൃപ്തരാണ്. അതായത് നേരത്തെ തന്നെ ഇതിൽ പ്രാഥമികമായ ഒരു മൊഴിയെടുപ്പ് നടത്തിയിരുന്നു. CMRLന്റെ ഉദ്യോഗസ്ഥരായ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കമുള്ള 5 ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തിരുന്നു. അവർ നൽകിയ മൊഴിയിലും CMRL ഏതൊക്കെ തരത്തിലാണ്, അതായത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് ഇതിൽ ഈ ഉദ്യോഗസ്ഥർ പല ആളുകൾക്ക് പണം നൽകിയതിന്റെ പട്ടികയും അതിന്റെ വിശദാംശങ്ങളും മൊഴിയായി നൽകിയത്. അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ, രേഖകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം CMRLന്റെ കമ്പനിയിലും അവരുടെ ജീവനക്കാരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ലഭ്യമായി എന്നാണ് ഇ.ഡി. പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെയ്ഡിൽ തങ്ങൾ പൂർണ്ണ സംതൃപ്തിയുണ്ട്. മാസപ്പടി കേസിൽ കള്ളപ്പണം തടയൽ നിരോധന നിയമപ്രകാരം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൂർണ്ണമായ തെളിവുകൾ ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതായത് മൊഴി മാത്രമല്ല, ആധികാരികമായ രേഖയും ലഭിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇതിനു മുൻപ് തന്നെ SFIയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ തെളിവുകൾ കോടതിയിൽ നിന്ന് പകർപ്പ് എടുത്ത് ഇ.ഡിയുടെ കൈവശം ഇപ്പോഴുണ്ട്. ആ തെളിവുകൾ കൂടി ഒരുമിച്ച് നോക്കിക്കൊണ്ടുള്ള പരിശോധന അവരിപ്പോൾ നടത്തി. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള അനുമതി തേടിക്കൊണ്ട് ഇ.ഡി. ഡയറക്ടറേറ്റിനെ ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർ വിവരം ധരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇനി ഇ.ഡി. ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം ലഭിച്ചാൽ വീണയെ തന്നെ ആദ്യം ചോദ്യം ചെയ്യാനുള്ള നീക്കം, അതായത് കഴിഞ്ഞ ദിവസം പ്രാഥമിക മൊഴിയെടുപ്പ് മാത്രമാണ് തങ്ങൾ നടത്തിയത് എന്നാണ് പറയുന്നത്. പക്ഷേ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ വേണം. അത് കൊച്ചി ഓഫീസിലേക്ക് സമൻസ് നൽകി വിളിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഇ.ഡി. ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് അതിവേഗത്തിൽ ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഈ തെളിവുകൾ പരിശോധിച്ച് ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തന്നെ സമൻസ് നൽകും എന്നാണ് പറയുന്നത്. അതിന് ഇടയിൽ മാസപ്പടി കേസിൽ ഈ പണ ഇടപാട് നടത്തിയിട്ടുള്ള CMRന്റെ ഉദ്യോഗസ്ഥരെയും ഇതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യാൻ, അതായത് വീണയ്ക്കൊപ്പം തന്നെ ചോദ്യം ചെയ്യാനും ഇ.ഡിയുടെ നീക്കമുണ്ട്. എന്തായാലും ഈ നീക്കമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ CMRL കമ്പനി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ന് തന്നെ, അതായത് കഴിഞ്ഞ 2 ദിവസം അവധി ദിവസമായിരുന്നു. ഇന്ന് ഹൈക്കോടതി കേസ് ഇന്ന് ഹൈക്കോടതി ഉള്ള ദിവസമാണ്. ഇന്ന് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവന്ന് അടിയന്തര പ്രാധാന്യത്തോടെ ഇത് പരിഗണിപ്പിക്കാനുള്ള ഒരു നീക്കം CMRLന്റെ അഭിഭാഷകർ തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.